ഓം ശാന്തി 12/2/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഇത് കണക്കെടുപ്പിന്റെ സമയമാണ്. രാവണൻ എല്ലാവരെയും ശവതുല്യമാക്കി മാറ്റിയിരിക്കുന്നു. ബാബ വന്നിരിക്കുകയാണ് അമൃതം വർഷിച്ച് കൂടെ കൊണ്ടുപോകാൻ. ചോദ്യം: ശിവബാബയെ ഭോലാ ഭണ്ഡാരിയെന്നും, അതായത് നിഷ്കളങ്കനായ ഭണ്ഡാരമെന്നും പറയാറുണ്ട്. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ശിവഭോലാനാഥൻ, അതായത് നിഷ്കളങ്കരുടെ നാഥൻ വരുമ്പോൾ വേശ്യകളെയും അഹില്യകളെയും കൂനികളുടെയുമെല്ലാം മംഗളം ചെയ്ത് അവരെയും വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. വരുന്നതും നോക്കൂ, പതിത ലോകത്തിൽ പതിത ശരീരത്തിലാണല്ലോ. അതിനാൽ നിഷ്കളങ്കനായില്ലേ? നിഷ്കളങ്കനായ അച്ഛന്റെ ആജ്ഞയാണ്: മധുരമായ കുട്ടികളെ, ഇപ്പോൾ അമൃതം കുടിക്കൂ, വികാരങ്ങളാകുന്ന വിഷം ഉപേക്ഷിക്കൂ. ഗീതം: ദൂരദേശത്ത് വസിക്കുന്നവനെ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. അർത്ഥം: ആത്മാക്കൾ ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയമാകുന്ന കാതിലൂടെ ഗീതം കേട്ടു. ദൂരദേശത്തെ വഴിയാത്രക്കാരനാണ് വരുന്നത്. നിങ്ങളും വഴിയാത്രക്കാരല്ലേ? എല്ലാ മനുഷ്യാത്മാക്കളും വഴിയാത്രക്കാരാണ്. ആത്മാക്കൾക്ക് തന്റേതായ വീടില്ല. ആത്മാവ് നിരാകാരിയാണ്. നിരാകാരി ലോകത്തിൽ വസിക്കുന്നത് നിരാകാരി ആത്മാക്കളാണ്. ആ ലോകത്തെ നിരാകാരി ആത്മാക്കളുടെ വീട് ദേശം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നു. ഈ ലോകത്തെ ജീവാത്മാക്കളുടെ ലോകമെന്ന് പറയുന്നു. ആത്മാക്കൾ ആത്മലോകത്തിൽ നിന്ന് ഈ ലോകത്തിൽ വന്ന് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നിരാകാരിയിൽ നിന്നും സാകാരിയായി മാറുന്നു. ആത്മാവിന് ഒരു രൂപവുമില്ല എന്നല്ല, തീർച്ചയായും രൂപവുമുണ്ട്, നാമവുമുണ്ട്. ഇത്രയും ചെറിയ ആത്മാവ് ഈ ശരീരത്തിലൂടെ എത്ര പാർട്ടാണ് അഭിനയിക്കുന്നത്? ഓരോ ആത്മാവിലും പാർട്ട് അഭിനയിക്കുന്നതിന്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ റെക്കോർഡ് ചെയ്താൽ പിന്നെ എത്ര തവണ ആവർത്തിച്ചാലും അത് മാത്രമേ ആവർത്തിക്കുകയുള്ളൂ. അതേപോലെ ആത്മാവും ഈ ശരീരത്തിനുള്ളിലെ റെക്കോർഡാണ്. അതിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ബാബ നിരാകാരനാണ്, അതേപോലെ ആത്മാവും നിരാകാരിയാണ്. ശാസ്ത്രങ്ങളിൽ ചിലതിൽ ബാബ നാമരൂപത്തിൽ നിന്ന് വേറിട്ടതാണെന്ന് എഴുതിവെച്ചിട്ടുണ്ട്. എന്നാൽ നാമരൂപത്തിൽ നിന്ന് വേറിട്ടതായി ഒരു കാര്യവുമില്ല. ആകാശവും അനന്തമാണ്. ആകാശമെന്ന പേരുണ്ടല്ലോ, പേരില്ലാത്ത ഒരു വസ്തുവുമില്ല. മനുഷ്യർ പറയുന്നു പരംപിത പരമാത്മാവെന്ന്. സർവാത്മാക്കളും വസിക്കുന്നത് ദൂരദേശത്താണ്. ഇത് സാകാര ദേശമാണ്. ഇവിടെ 2 രാജ്യങ്ങളുണ്ട്, രാമരാജ്യവും രാവണ രാജ്യവും. പകുതി കൽപ്പം രാമരാജ്യവും ബാക്കി പകുതി കൽപ്പം രാവണ രാജ്യവും. അച്ഛനൊരിക്കലും കുട്ടികൾക്ക് വേണ്ടി ദുഃഖത്തിന്റെ ലോകം സ്ഥാപിക്കില്ലല്ലോ. ഈശ്വരൻ തന്നെയാണ് ദുഃഖവും സുഖവും നൽകുന്നതെന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ ഒരിക്കലും കുട്ടികൾക്ക് ദുഃഖം നൽകുന്നില്ല. എന്റെ പേര് തന്നെ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്നാണ്. ഇത് മനുഷ്യർക്ക് പറ്റിയ തെറ്റാണ്. ഈശ്വരൻ ഒരിക്കലും ദുഃഖം നൽകില്ല. ഈ സമയം ദുഃഖധാമമാണ്. പകുതി കൽപ്പം രാവണ രാജ്യത്തിൽ ദുഃഖം തന്നെയാണ് ലഭിക്കുന്നത്. സുഖത്തിന്റെ തരി പോലുമില്ല. സുഖധാമത്തിൽ ദുഃഖവുമില്ല. ബാബ സ്വർഗം രക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. സംഗമയുഗത്തെ പുതിയ ലോകമെന്ന് ഒരിക്കലും പറയില്ല. പുതിയ ലോകത്തിന്റെ പേരാണ് സത്യയുഗം. സത്യയുഗം പഴയതാകുമ്പോൾ അതിനെ കലിയുഗമെന്ന് പറയുന്നു. പുതിയ വസ്തു നല്ലതും പഴയ വസ്തു മോശവുമായിയാണ്
കാണപ്പെടുന്നത്. അപ്പോൾ പഴയ വസ്തുവിനെ നശിപ്പിക്കുന്നു. മനുഷ്യർ വിഷം തന്നെയാണ് സുഖമെന്ന് മനസ്സിലാക്കുന്നത്. അമൃതം ഉപേക്ഷിച്ച് എന്തിനാണ് വിഷം കുടിക്കുന്നതെന്നൊരു ചൊല്ലുമുണ്ട്. പിന്നീട് പറയാറുണ്ട്, ഈശ്വരനിലൂടെയാണ് എല്ലാവരുടെയും നന്മ ഉണ്ടാകുന്നതെന്ന്. അങ്ങ് വന്ന് എന്തു ചെയ്യുകയാണെങ്കിലും അതിലൂടെ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ രാവണ രാജ്യത്തിൽ മനുഷ്യർ മോശമായ കർമ്മം മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഗുരു നാനാക്ക് വന്നുപോയിട്ട് 500 വർഷമായി. ഇനി എപ്പോൾ വരും? അപ്പോൾ പറയും, അദ്ദേഹത്തിന്റെ ആത്മാവാകുന്ന ജ്യോതി ജ്യോതിയിൽ ലയിച്ചു എന്ന്. പിന്നെ എങ്ങനെ വരാനാണ്? നിങ്ങൾ പറയുന്നു, ഇന്നേക്ക് 4500 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗുരു നാനാക്ക് വരും. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ലോകത്തിന്റെയും ചരിത്രവും ഭൂമിശാസ്ത്രവും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം എല്ലാവരും തമോ പ്രധാനമാണ്. ഇതിനെ കണക്കെടുപ്പിന്റെ സമയമെന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യരും മരിച്ചതിന് സമാനമാണ്. എല്ലാവരുടെയും ജ്യോതി അണഞ്ഞിരിക്കുകയാണ്. ബാബ എല്ലാവരെയും ഉണർത്താനാണ് വന്നിരിക്കുന്നത്. കാമചിതയിലിരുന്ന് ഭസ്മമായ കുട്ടികളുടെ മേൽ അമൃതം വർഷിച്ച് അവരെ ഉണർത്തി കൂടെ കൊണ്ടുപോകുന്നു. മായാ രാവണൻ കാമചിതയിലിരുത്തി എല്ലാവരെയും ശവമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ബാബ ജ്ഞാനമാകുന്ന അമൃതം കുടിപ്പിക്കുന്നു. ജ്ഞാനാമൃതവും സാധാരണ വെള്ളവും തമ്മിൽ എത്ര വ്യത്യാസമാണ്! സിഖുകാർക്ക് ഏതെങ്കിലും വിശേഷ ദിനങ്ങളുണ്ടെങ്കിൽ വളരെ ആഘോഷത്തോടുകൂടി കുളം വൃത്തിയാക്കുന്നു. അതിലെ മണ്ണ് എടുക്കുന്നു. അതുകൊണ്ടാണ് അതിന് അമൃത്സർ എന്ന പേരുള്ളത്. അമൃതിന്റെ കുളം. ഗുരുനാനാക്കും ബാബയുടെ മഹിമ പാടിയിട്ടുണ്ട്. സ്വയം പറയുന്നു, ഒരേ ഒരു ഓംകാരം സത്യമായ നാമം. ബാബ സദാ സത്യം മാത്രമേ പറയൂ. സത്യനാരായണന്റെ കഥയുണ്ടല്ലോ. മനുഷ്യർ ഭക്തിമാർഗത്തിൽ എത്ര കഥകളാണ് കേട്ടുവന്നത്. അമരകഥ, 3-ാം നേത്രത്തിന്റെ കഥ. ശങ്കരൻ പാർവതിക്ക് അമരകഥ കേൾപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അവർ സൂക്ഷ്മവതനത്തിൽ വസിക്കുന്നവരാണ്. അവിടെ എങ്ങനെ കഥ കേൾപ്പിക്കും? ഈ കാര്യങ്ങളെല്ലാം ബാബ മനസ്സിലാക്കി തരുന്നു. വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ അമരകഥ കേൾപ്പിച്ച് അമരലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. മൃത്യു ലോകത്തിൽ നിന്ന് അമരലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കി സൂക്ഷ്മവതനത്തിൽ പാർവതി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമരകഥ കേൾക്കുന്നത്? ശാസ്ത്രങ്ങളിൽ അനേകം കഥകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ നരനിൽ നിന്ന് നാരായണനും നാരിയിൽ നിന്ന് ലക്ഷ്മിയുമായാണ് മാറുന്നത്. ഇതാണ് അമരലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സത്യമായ സത്യനാരായണന്റെ കഥ. 3-ാം നേത്രത്തിന്റെ കഥ. നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 3-ാം നേത്രം ലഭിച്ചിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ തന്നെയാണ് പവിത്രരും പൂജ്യരുമായിരുന്നത്. പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷം നിങ്ങൾ തന്നെയാണ് പൂജാരിമാരായി മാറിയത്. മഹിമയുണ്ട്. അങ്ങ് തന്നെ പൂജ്യരും അങ്ങ് തന്നെ പൂജാരിയും. ബാബ പറയുന്നു, ഞാൻ സദാ പൂജ്യനാണ്. നിങ്ങളെ വന്ന് പൂജാരിയിൽ നിന്ന് പൂജ്യരാക്കി മാറ്റുന്നു. ഇത് പതീതമായ ലോകമാണ്. സത്യുഗത്തിൽ പൂജ്യരും പാവനരുമായ മനുഷ്യരാണ്. ഈ സമയത്ത് പൂജാരിയും പതീതരുമായ മനുഷ്യരാണ്. സന്യാസിമാർ പാടുന്നു, പതീത പാവന സീതാറാം. ഈ വാക്കുകൾ ശരിയാണ്. എല്ലാ സീതമാരും വധുക്കളാണ്. പറയുന്നുണ്ട്, അല്ലയോ രാമ, വന്ന് നമ്മളെ പാവനമാക്കി മാറ്റൂ എന്ന്. എല്ലാ ഭക്തരും വിളിക്കുന്നുണ്ട്. ആത്മാവാണ് വിളിക്കുന്നത്, അല്ലയോ രാമ. ഗാന്ധിജി പോലും ഗീത കേൾപ്പിച്ച് പൂർത്തിയാക്കുമ്പോൾ
പറയുമായിരുന്നു, അല്ലയോ പതിത പാവന സീതാറാം, ഗീത കേൾപ്പിച്ചിട്ടുള്ളത് കൃഷ്ണനല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ബാബ പറയുന്നു, ഈശ്വരൻ സർവവ്യാപിയല്ല എന്നതിന്റെ അഭിപ്രായം മറ്റുള്ളവരിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കൂ. ഗീതയിലെ ഭഗവാൻ ശിവനാണ്, കൃഷ്ണനല്ല. ഗീതയിലെ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? ഇതാദ്യം ചോദിക്കൂ. ഭഗവാൻ എന്ന് നിരാകാരനെയാണോ അതോ സാകാരിയെയാണോ പറയുന്നത്? കൃഷ്ണൻ സാകാരത്തിലാണ്, ശിവൻ നിരാകാരനാണ്. ശിവൻ ഈ ശരീരം മാത്രമാണ് കടമായി എടുക്കുന്നത്. ബാക്കി മാതാവിന്റെ ശരീരത്തിലൂടെ അല്ല ജന്മമെടുക്കുന്നത്. ശിവന് ശരീരമില്ല. ഇവിടെ ഈ മനുഷ്യ ലോകത്തിൽ സ്ഥൂലമായ ശരീരമാണ് ഉള്ളത്. ബാബ വന്നാണ് സത്യമായ സത്യനാരായണന്റെ കഥ കേൾപ്പിക്കുന്നത്. ബാബയുടെ മഹിമയാണ് പതിത പാവനൻ, സർവരുടെയും സദ്ഗതി ദാതാവ്, സർവരുടെ മുക്തി ദാതാവ്, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ. ശരി, സുഖം എവിടെയാണ്? ഇവിടെ ഉണ്ടാകില്ലല്ലോ. സുഖം ലഭിക്കുന്നത് അടുത്ത ജന്മത്തിലാണ്. എപ്പോഴാണോ പഴയ ലോകം അവസാനിച്ച് സ്വർഗത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്. ശരി, എന്തിൽ നിന്നാണ് മുക്തമാക്കുന്നത്? രാവണന്റെ ദുഃഖങ്ങളിൽ നിന്ന്. ഇത് ദുഃഖധാമമല്ലേ? ശരി, പിന്നീട് വഴികാട്ടിയുമായി മാറുന്നുണ്ട്. ഈ ശരീരം ഇവിടെ ഇല്ലാതാകുന്നു. ആത്മാക്കളെ മാത്രമാണ് കൊണ്ടുപോകുന്നത്. ആദ്യം പ്രിയതമൻ, പിന്നീടാണ് പ്രിയതമകൾ പോകുന്നത്. ബാബ അവിനാശിയും സുന്ദരനുമായ പ്രിയതമനാണ്. എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് പവിത്രമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വിവാഹം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ മുന്നിലുണ്ടാകുന്നത് പതിയാണ്, പിറകിലായിരിക്കും വധു, പിന്നീടാണ് ഘോഷയാത്ര പോകുന്നത്. നിങ്ങളുടെ മാലയും ഇങ്ങനെയാണ്. മുകളിലുള്ള ശിവബാബയാകുന്ന പുഷ്പത്തെ നമിക്കുന്നു. പിന്നീട് ഇരട്ട മണിയാകുന്ന ബ്രഹ്മാവും സരസ്വതിയും. പിന്നീടുള്ളത് ബാബയുടെ സഹയോഗികളായ നിങ്ങളാണ്. പുഷ്പമാകുന്ന ശിവബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് സൂര്യവംശി വിഷ്ണുവിന്റെ മാല ഉണ്ടാകുന്നത്. ബ്രഹ്മാവും സരസ്വതിയുമാണ് ലക്ഷ്മി നാരായണനുമാകുന്നത്. ലക്ഷ്മി നാരായണൻ തന്നെയാണ് ബ്രഹ്മാവും സരസ്വതിയും ആകുന്നത്. ഇവർ പരിശ്രമിച്ചതുകൊണ്ടാണ് പൂജിക്കപ്പെടുന്നത്. മാല എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. അർത്ഥമറിയാതെ മാല തിരിച്ചുകൊണ്ടേയിരിക്കും. 16,108ന്റെയും മാലയുണ്ട്. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഈ മാലയുണ്ടാകും. പിന്നീട് പലരും പല ഭാഗത്തു നിന്നും മാല ഉരുട്ടുന്നു. ബ്രഹ്മബാബ ബോംബെയിൽ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. മാല തിരിക്കുമായിരുന്നു. രാമരാമ എന്ന് ജപിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പൂവ് ഒരു ശിവബാബയാണല്ലോ. പുഷ്പത്തെ തന്നെയാണ് രാമരാമ എന്ന് പറയുന്നത്. പിന്നീട് മുഴുവൻ മാലയെയും നമസ്കരിക്കുന്നു. അപ്പോൾ ജ്ഞാനമൊന്നുമില്ലല്ലോ. പള്ളിയിലെ അച്ഛന്മാരും കയ്യിൽ മാല തിരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തമോപ്രധാന യാചകരായിരിക്കുന്നു. ഇപ്പോൾ യാചകനിൽ നിന്ന് രാജാവാകുന്നു. ഭാരതം രാജാവായിരുന്നു, ഇപ്പോൾ യാചകനാണ്. വീണ്ടും രാജാവായി മാറുന്നു. ബാബയാണ് ഇങ്ങനെ ആക്കുന്നത്. നിങ്ങൾ മനുഷ്യനിൽ നിന്നും രാജകുമാരനായി മാറുന്നു. രാജകുമാരി കുമാരന്മാർക്ക് മാത്രം പഠിക്കാനുള്ള ഒരു കോളേജ് ആദ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ പഠിച്ച് 21 ജന്മത്തേക്ക് വേണ്ടി സ്വർഗത്തിൽ രാജകുമാരനും കുമാരിയുമായി മാറുന്നു. ശ്രീകൃഷ്ണൻ രാജകുമാരനാണല്ലോ. ശ്രീകൃഷ്ണന്റെയാണ് 84 ജന്മങ്ങളുടെ കഥ എഴുതിയിട്ടുള്ളത്. മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാനാണ്? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഭഗവാന്റെ വാക്കുകളാണ്. ബാബ എല്ലാവരുടെയും അച്ഛനാണ്.
സ്വർഗം സ്ഥാപിക്കുന്ന ഈശ്വരനായ അച്ഛനിൽ നിന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. സ്വർഗീയ ലോകത്തെ സത്യഖണ്ഡമെന്നാണ് പറയുന്നത്. ഈ ലോകം അസത്യഖണ്ഡമാണ്. സത്യഖണ്ഡമാണ് ബാബ സ്ഥാപിക്കുന്നത്. അസത്യഖണ്ഡം രാവണനാണ് സ്ഥാപിക്കുന്നത്. രാവണന്റെ രൂപമുണ്ടാക്കുന്നു, എന്നാൽ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. രാവണൻ ആരാണ് എന്ന് ആർക്കും അറിയില്ല. രാവണനെ കത്തിക്കുന്നുണ്ടെങ്കിലും പിന്നെയും ജീവിക്കുന്നു. വാസ്തവത്തിൽ രാവണൻ അർത്ഥം സ്ത്രീയുടെ 5 വികാരങ്ങളും പുരുഷന്റെ 5 വികാരങ്ങളുമാണ്. ഈ വികാരങ്ങളെയാണ് വധിക്കേണ്ടത്. രാവണനെ വധിച്ചതിനു ശേഷം പിന്നീട് സ്വർണവും മോഷ്ടിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, കലിയുഗം മുൾക്കാടാണ്. ബോംബെയിൽ ബബുൽനാഥന്റെ ക്ഷേത്രമുണ്ട്. ബാബ വന്ന് മുള്ളുകളെ പൂവാക്കി മാറ്റുന്നു. എല്ലാവരും പരസ്പരം മുള്ളുകൾ ഏൽപ്പിക്കുന്നു. അർത്ഥം കാമവികാരത്തിൽ പോകുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തെ മുൾക്കാടെന്ന് പറയുന്നത്. സത്യുഗത്തെ അള്ളാഹുവിന്റെ പൂന്തോട്ടമെന്നാണ് പറയുന്നത്. ഈ പുഷ്പങ്ങൾ തന്നെയാണ് മുള്ളുകളാകുന്നത്. പിന്നീട് വീണ്ടും മുള്ളിൽ നിന്നും പുഷ്പമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ 5 വികാരങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്നു. ഈ രാവണ രാജ്യം നശിക്കുക തന്നെ വേണം. അവസാനം വലിയ യുദ്ധമുണ്ടാകും. സത്യമായ ദസരയും ഉണ്ടാകണം. രാവണ രാജ്യം തന്നെ നശിക്കുന്നു. പിന്നീട് നിങ്ങൾ ലങ്ക കൊള്ളയടിക്കും. നിങ്ങൾക്ക് സ്വർണ കൊട്ടാരം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ രാവണനുമേൽ വിജയം പ്രാപിച്ച് സ്വർഗത്തിന്റെ അധികാരിയാകുന്നു. ബാബ മുഴുവൻ വിശ്വത്തിന്റെയും രാജ്യഭാഗ്യം നൽകുന്നു. അതുകൊണ്ടാണ് ബാബയെ ശിവഭോല ഭണ്ഡാരി എന്ന് പറയുന്നത്. വേശ്യകളെയും കൂനികളെയും അഹല്യകളെയുമെല്ലാം ബാബ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. എത്ര നിഷ്കളങ്കനാണ്! പതിത ലോകത്തിൽ പതിത ശരീരത്തിലേക്കാണ് വരുന്നത്. ബാക്കി ആരെല്ലാമാണോ സ്വർഗത്തിലേക്ക് യോഗ്യതയില്ലാത്തവർ, അവർ വിഷം കുടിക്കുന്നത് ഉപേക്ഷിക്കുകയില്ല. ബാബ പറയുന്നു, ഈ അന്തിമ ജന്മം പവിത്രമായി മാറൂ. ഈ വികാരം നിങ്ങളെ ആദി മധ്യ അന്ത്യം ദുഃഖിയാക്കി മാറ്റുന്നു. ഈ ഒരു ജന്മത്തേക്ക് വേണ്ടി വിഷം കുടിക്കുന്നത് ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ? ഞാൻ നിങ്ങളെ അമൃതം കുടിപ്പിച്ച് അമരനാക്കി മാറ്റുന്നു. എന്നാലും നിങ്ങൾ പാവനമായി മാറുന്നില്ല. വിഷമില്ലാതെയും സിഗരറ്റും മദ്യവും ഇല്ലാതെയും ജീവിക്കാൻ സാധിക്കില്ലേ? പരിധിയില്ലാത്ത ബാബ നിങ്ങളോട് പറയുന്നു, കുട്ടികളെ, ഈ ഒരു ജന്മത്തേക്ക് വേണ്ടി പാവനമാകൂ. എന്നാൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരികളാക്കി മാറ്റും. പഴയ ലോകത്തിന്റെ വിനാശവും പുതിയ ലോകത്തിന്റെ സ്ഥാപനയും എന്നത് ബാബയുടെ മാത്രം കർത്തവ്യമാണ്. ബാബ വന്നിരിക്കുകയാണ് മുഴുവൻ ലോകത്തെയും ദുഃഖത്തിൽ നിന്നും മുക്തമാക്കി സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും കൊണ്ടുപോകുന്നതിനായി. ഇപ്പോൾ എല്ലാ ധർമ്മവും നശിക്കുന്നു. വീണ്ടും ഒരേ ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നു. സിഖുകാരുടെ ഗ്രന്ഥത്തിലും പരമപിത പരമാത്മാവിനെ അകാലമൂർത്തി എന്ന് പറയുന്നു. ബാബ മഹാകാലനാണ്, കാലന്റെയും കാലനാണ്. ആ കാലൻ, അതായത് മരണം, 1-2 പേരെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. ഞാൻ എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകും. അതുകൊണ്ടാണ് മഹാകാലൻ എന്ന് പറയുന്നത്. ബാബ വന്ന് കുട്ടികളെ എത്രത്തോളം വിവേകശാലികളാക്കി മാറ്റുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ അന്തിമ ജന്മത്തിൽ വിഷം ത്യാഗം ചെയ്ത് അമൃത കുടിക്കുകയും കുടിപ്പിക്കുകയും വേണം. പാവനമായി മാറണം.
മുള്ളുകളെ പുഷ്പമാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. 2. വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയിലെ മുത്തായി മാറണമെങ്കിൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. പൂർണ്ണ സഹയോഗികളായി മാറി ബാബയ്ക്ക് സമാനം ദുഃഖഹർത്താവായി മാറണം. വരദാനം: തന്റെ അലൗകിക ആത്മീയ വൃത്തിയിലൂടെ സർവാത്മാക്കളുടെയും മേൽ തന്റെ പ്രഭാവം ചൊരിയുന്ന മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഭവിക്കട്ടെ. ഏതെങ്കിലും ആകർഷകമായ സാധനം ചുറ്റുപാടുമുള്ളവരെ തനിക്ക് നേർക്ക് ആകർഷിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നു. അതുപോലെ താങ്കളുടെ മനോവൃത്തി അലൗകികവും ആത്മീയവുമാകുമെങ്കിൽ അതിന്റെ പ്രഭാവം അനേകാത്മാക്കളുടെ മേൽ സ്വതവേ പതിയുന്നു. അലൗകിക വൃത്തി അർത്ഥം വേറിട്ട നിർമോഹി സ്ഥിതി സ്വതവേ അനേക ആത്മാക്കളെ ആകർഷിക്കുന്നു. ഇങ്ങനെയുള്ള അലൗകിക ശക്തിശാലി ആത്മാക്കൾ ജ്ഞാനസൂര്യനായി തന്റെ പ്രഭാവം നാലുപാടും പരത്തുന്നു. സ്ലോഗൻ: സദാ സ്വമാനത്തിന്റെ സീറ്റിൽ സ്ഥിതി ചെയ്യൂ, എങ്കിൽ സർവശക്തികളും താങ്കളുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ടിരിക്കും. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമായി ഭവിക്കട്ടെ. ജ്ഞാനിയാകുന്നതിനോടൊപ്പം സ്നേഹിയുമാകൂ. സ്വയത്തിന്റെ സേവനം വിശ്വസേവനത്തിന്റെ ആധാരമാണ്. സേവനത്തിൽ കേവലം 2 വാക്ക് ഓർമ്മിക്കുക. 1 നിമിത്തമാണ്, 2 വിനയമുള്ളവരാകുക തന്നെ വേണം. ഇതിൽ ഏകതയുടെ അന്തരീക്ഷമുണ്ടാകും. പരസ്പരം സഹയോഗിയാകും. എന്റെ നിന്റെയുടെ പേര് പ്രശസ്തിയുടെ ഉരസലിന്റെ ഭാവനകൾ സമാപ്തമാകും. ഓം ശാന്തി.